നിന്റെ തകർച്ചയെ ദൈവം മാറ്റുക മാത്രമല്ല, നിന്റെ മരണക്കിടക്കെ മാറ്റി എഴുതുന്ന ഒരു ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. അതേ പ്രിയരെ, നിന്റെ മരണക്കിടക്കെ പോലും മാറ്റി എഴുതുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഈ പകൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലും നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും നിങ്ങളെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായിട്ടുള്ള സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അനേകർ വിളിക്കുന്നുണ്ട്, അനേക വിടുതലിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത് അതിയായ സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 38 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രിയരെ, ഒരു പ്രാർത്ഥനയുടെ സന്ദർഭമാണ്. അല്ലെങ്കിൽ ഒരു രാജാവ് ദൈവസന്നിധിയിൽ കരയുന്ന പ്രാർത്ഥനയുടെ ഒരു അധ്യായമാണ് 38 എന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെയും നമുക്ക് വ്യക്തമായി അറിയാവുന്നവരാണ്. പക്ഷെ അതിനകത്ത് ദൈവം തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് ഇങ്ങനെ കൈമാറട്ടെ. അതിരാവിലെ യെശയ്യാവ് ദൈവത്തിന്ന് ദൂതുമായി ഹിസ്കിയാവിനെ കാണാൻ വരികയാണ്. ഹിസ്കിയാവിൻ്റെ അടുക്കൽ പോയിട്ട് ഹിസ്കിയാവിനോട് പറയുന്നു, രാജാവേ, നിന്റെ കുടുംബകാര്യം ക്രമത്തിലാകണം, നീ മരിച്ചു പോകും. നീ മരിച്ചു പോകുമെന്ന വാർത്ത കേട്ടതും സ്വാഭാവികമായി ഒരു പ്രവാചകൻ, അല്ലെങ്കിൽ ആ കാലത്തെ പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക പ്രൊഫറ്റിക്കൽ ഓഫീസുകളും അഡ്മിനിസ്ട്രേഷനുകളും ഒരുപോലെ കൈകാര്യം ചെയ്തവരാണ്. പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ഏലിയാവ് പറയാണ്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിശ്ചലമായി പോയി, വരൾച്ച വെളിപ്പെട്ടു. അതാണ് ആ ശുശ്രൂഷയുടെ പ്രവാചക ആത്മാവിൻ്റെ വലിയൊരു തലങ്ങൾ നമുക്ക് പഴയ നിയമത്തിനകത്ത് കാണാൻ കഴിയും. അതുപോലെയാണ് യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം. 6-ാം അധ്യായത്തിനകത്ത് ദൈവാത്മാവിൽ നിറഞ്ഞവനാണ്. അതുവരെയും അനേകരെ കുറ്റം പറഞ്ഞ് പ്രവചിച്ച് നടന്നവൻ 6-ാം അധ്യായത്തിൽ തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ അകൃത്യം നിറഞ്ഞൊരു മനുഷ്യനാണ് എന്ന് തൻ്റെ കുറ്റം ദൈവസന്നിധി സറണ്ടർ ചെയ്ത് നിൽക്കുന്ന യെശയ്യാവിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ 38-ാം അധ്യായത്തിനകത്ത് വേറൊരു ഡൈമെൻഷനിലേക്കുള്ള ശുശ്രൂഷയാണ് യെശയ്യാവ് ചെയ്യുന്നത്. ശുശ്രൂഷ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു വരുന്ന ദാവീദിൻ്റെ തലമുറകളിൽപ്പെട്ട ഹിസ്കിയാവ് എന്ന് പറയുന്ന ശക്തനായ ഒരു രാജാവ്. ഹിസ്കിയാവിനെ പറ്റിയൊക്കെ പറയുന്നത് യൗവനത്തിൽ അവൻ രാജസന്നിധിയിലേക്ക് കടന്നു. അവൻ ശക്തനായ രാജാവാണ്, ദൈവത്തെ നന്നായി സേവിച്ചൊരു മനുഷ്യൻ, രാജസിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഹിസ്കിയാവിനോട് ചെന്ന് പറയുകയാണ്, നിന്റെ കുടുംബകാര്യം ക്രമത്തിലാകണം, നീ മരിച്ചു പോകും എന്ന് ശക്തനായ പ്രവാചകൻ പറയുമ്പോൾ ഹിസ്കിയാവ് ചെയ്തത്, യെശയ്യാവിനോട് പറയുകയല്ല, ഹിസ്കിയാവ് ചെയ്തത്, അവൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൻ തല ചുമരിനോട് ചേർത്തു. കിടക്കയിൽ കിടന്നുകൊണ്ട്, ആ കെട്ടിലിൽ കിടന്നുകൊണ്ട് അവൻ്റെ തല ചുമരിനോട് ചേർത്തു. ദൈവസന്നിധിയിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ ഇന്നലകളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്ന ഇന്നലകളുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒന്ന് വിവരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ,
ഇന്നലകളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറയാനുണ്ടോ? നമ്മളെല്ലാം പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ കുടുംബം ഇങ്ങനെയായി, എൻ്റെ തലമുറകൾ ഇങ്ങനെയായി എന്നും പരാതിയും പരിവട്ടവും അല്ലാണ്ട് എന്തെങ്കിലും ദൈവസന്നിധിയിൽ നീ ചെയ്ത എന്തെങ്കിലും നന്മ പ്രവർത്തി ദൈവസന്നിധിയിൽ നിനക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉള്ളവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന വാർത്ത കേട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ പിതാക്കന്മാരെ പോലെയല്ല ഞാൻ, എൻ്റെ പിതാക്കന്മാരെ പോലെയല്ല ഞാൻ എൻ്റെ ദേശത്ത് ഞാൻ രാജാവായി വന്നതിന് ശേഷം ഒരു അന്യാരാധനകളെയും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു മിഥ്യാമൂർത്തികളെയും ഞാൻ വച്ചിരുന്നിട്ടില്ല. ഹിസ്കിയാവിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട്, ഹിസ്കിയാവ് രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ ഹിസ്കിയാവ് ആദ്യം ചെയ്തത് ദേശത്തിലെ സകല മിഥ്യാമൂർത്തികളെയും അവൻ സംഹരിച്ചു കളഞ്ഞു, സകല അന്യദേവങ്ങളെയും ദേശത്തുനിന്ന് തുടച്ചു മാറ്റി. എന്ന് പറഞ്ഞാൽ അവൻ സത്യദൈവത്തെ ആരാധിക്കണമെന്ന് ജനത്തോട് ആഹ്വാനം ചെയ്ത ശക്തനായ ഒരു രാജാവ്. യൗവനത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവൻ, ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യതയോടെ നിന്നവൻ. ഞാൻ ആത്മാവിൽ ഞാനിങ്ങനെ പറയാം, പ്രിയരെ, ദൈവസന്നിധിയിൽ ഇന്നലകളിൽ നീ ചെയ്ത ചെറുതും വലുതുമായ പ്രവർത്തികൾ ഒരുപക്ഷെ നീ മറന്നു പോയാലും ദൈവം മറക്കില്ല കേട്ടോ. അവൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് ദൈവം എഴുതി വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം ദൈവഭക്തന്മാർക്ക് ദൈവമക്കൾ വീട്ടിൽ വന്നപ്പോൾ നീ കൊടുത്തത്. അതുപോലും എൻ്റെ ദൈവം മറന്നു കളയുന്നവനല്ല. വിശ്വസിക്കണം. രാജസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹിസ്കിയാവ് ഇന്നലെ ചെയ്തതിന് എല്ലാം എൻ്റെ ദൈവം ഓർത്തു വയ്ക്കുകയാണ്. ഹിസ്കിയാവ് ഓർമ്മപ്പെടുത്തുകയാണ്. രാജകൊട്ടാരത്തുനിന്ന് ഇറങ്ങി യെശയ്യാവ് പോകുന്നതിന് മുമ്പ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജകൊട്ടാരം വിട്ട് യെശയ്യാവ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാട് വീണ്ടും ഉണ്ടായിട്ട് പറഞ്ഞു, നീ പോയി തിരിച്ചു പോകണം. നീ പോയി പറ ഹിസ്കിയാവിനോട് അവൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടുവെന്ന്. ഈ പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുക, ഏതൊക്കെ തകർച്ചയും ഏതൊക്കെ ഉടച്ചിലും ഇനി മരണമല്ലാതെ ദൈവദാസനെ ഒരു വഴിയില്ല. ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഈ രോഗം എൻ്റെ തലമുറയെ കൊണ്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ തകർന്നു പോകുമോ? ഞങ്ങളുടെ മിനിസ്ട്രി തകർന്നു പോകുമോ? ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുമോ? ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ തീർന്നു പോകുമോ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ അവസാനിക്കാനാണോ ഞങ്ങളെ വിധിച്ചത്? ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ ആണോ? 100 ചോദ്യങ്ങളുമായി ഏതൊക്കെ രോഗാവസ്ഥയിലിരുന്ന് ഏതൊക്കെ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുക, കുഞ്ഞേ, നിന്റെ കൂടെ ആരും കണ്ടെന്ന് വരത്തില്ല. ഒരുപക്ഷെ ഏതോ ആശുപത്രിയിൽ വരാന്തയിൽ ഇരുന്നായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്, ഏതൊക്കെ ആശുപത്രി റൂമിനകത്തിരുന്നായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. അത് അല്ലെങ്കിൽ ഏതോ റൂമിനകത്ത് ഒറ്റപ്പെട്ട ഏതോ രോഗാവസ്ഥയിൽ ഇരുന്നായിരിക്കും സന്ദേശം കേൾക്കേണ്ടത്. ഈ പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവ്, ഇന്നലകളിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്നത് നീ എന്നോടൊന്ന് ഓർക്കണമേ. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ നിനക്ക് വേണ്ടി നിന്നതൊന്ന് ഓർക്കണമേ. ഇന്ന് പകൽക്കാലം ഇന്നലകളെല്ലാം ദൈവത്തിന് എതിരായി ജീവിച്ചെങ്കിലും ഈ പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവ്, ഇന്നലകൾ വന്നുപോയ പിഴവുകളെ, വന്നുപോയ തെറ്റുകളെ നീ എന്നോടൊന്ന് ക്ഷമിച്ച ഈ പകൽക്കാലം എന്നെ ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ മരണക്കിടക്കെ മാറ്റി എഴുതാൻ കഴിയുന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയരെ, ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ആഴമേറിയൊരു രോഗസൗഖ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഈ സന്ദേശം ഞാൻ കൈമാറാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വ്യക്തമായ ബോധ്യത്തോടുകൂടെയാണ് ഞാൻ ഈ ദൂത് കൈമാറുന്നത്. ചില മരണക്കിടക്കകളെ ദൈവം എടുത്തു മാറ്റും. ലോകമിട്ട ചില ബൗണ്ടറികളെ ദൈവം പൊളിക്കും. ചില ആയുസ്സുകളെ ദൈവം ദീർഘമാക്കും. ദൈവമാണ് പ്രിയരെ ഹിസ്കിയാവിനോട് പറഞ്ഞ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്ക് പോലും അവൻ്റെ പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഈ പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ദൈവം പറഞ്ഞതുപോലും ദൈവം ദീർഘമാക്കി തരുന്നവനാണ്. ദൈവത്തിൻ്റെ വാക്കിനെ പോലും ചലിപ്പിക്കാൻ ശക്തിയുള്ളതാണ് നിന്റെ പ്രാർത്ഥന.
ദൈവത്തിൻ്റെ തീരുമാനത്തെ പോലും ചലിപ്പിക്കാൻ ശക്തിയുള്ളതാണ് നിന്റെ മടങ്ങി വരവും പ്രാർത്ഥനയും. ജോന പോയി പറയുകയാണ്, നിനവെ നശിപ്പിക്കും, നിനവെ ഉന്മൂലനാശം സംഭവിക്കും. നിനവയിലെ രാജാവ് മുതൽ സകല വ്യക്തികളും 3 ദിവസം രട്ടിലും വെണ്ണുയിരിലും ഇരുന്ന് കരഞ്ഞപ്പോൾ വചനം പറയുന്നു, നിനവേ തകർക്കുമെന്ന് പറഞ്ഞ ന്യായവിധിയുടെ ദൂതിനെക്കുറിച്ച് ദൈവം അനുതപിച്ചതാണ് വാക്യം പറയുന്നത്. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്തൊരു അനുതാപമുണ്ടായാൽ, നിന്റെ ജീവിതത്തിനകത്തൊരു മടങ്ങി വരവുണ്ടായാൽ, പണ്ടൊക്കെ ദൈവദാസന്മാർ പറയുന്ന ഒരു പദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നൊക്കെ പെന്തക്കോസ്ത് സഭകൾക്കകത്തൊക്കെ അത് അന്യം വന്നുപോയി. പണ്ടൊക്കെ ഒരു വ്യക്തി രോഗിയായി വന്നു കഴിഞ്ഞാൽ ഇന്ന ഡോക്ടറുണ്ട്, നല്ലതാ, നല്ല മരുന്ന് എന്നല്ല ദൈവദാസന്മാർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു രോഗമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറയുന്നതിന് മുമ്പ് അവർ പറയും, നിങ്ങളുടെ പാപങ്ങളെ തമ്മിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ അങ്ങനെയുണ്ട്, നിങ്ങളുടെ പാപങ്ങളെ തമ്മിൽ ഏറ്റുപറഞ്ഞ് സഭയിലെ മൂപ്പനെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിപ്പീൻ, അപ്പോൾ ദീനക്കാരനൊരു സൗഖ്യം വരും എന്ന് പറഞ്ഞാൽ പാപം കൊണ്ട് വെളിപ്പെടുന്ന ചില രോഗങ്ങളുണ്ട്, പാപത്താൽ വെളിപ്പെടുന്ന ചില മരണത്തിൻ്റെ കെട്ടുകളുണ്ട്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കൊണ്ടുവന്ന് മാമയെ അടിമയാക്കി തീർത്ത് മാരക രോഗങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപത്തെ ഏറ്റുപറയണം. ഇന്നതെല്ലാം മാറി, കാലം മാറി. ദൈവവചനം അടിസ്ഥാനമില്ലാതെ കുറേ പേരെന്തൊക്കെ പുറംമൂടികൾ കാണിച്ച് പലരെയും വശീകരണത്തിൻ്റെ, പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞ വശീകരണ വാക്കുകൊണ്ട് പലരെയും നാശയോഗ്യരാക്കി മാറ്റുമ്പോൾ, എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിനകത്ത് വന്നുപോയ പാപങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. നിന്റെ മരണക്കിടക്ക മാറും. നിന്റെ ജീവിതത്തിനകത്തുള്ള വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടെന്ന്. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല? നീ ഏത് രാജ്യത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടാലും, ഏത് വീട്ടിനകത്തിരുന്ന് ഈ ശബ്ദം കേട്ടാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? മരണക്കിടക്കെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. നിന്റെ ഒരു തീരുമാനം മതി നിന്റെ ആയുസ്സിൻ്റെ ദൈവത്തിന് ദീർഘമാക്കാൻ. നിന്റെ ഒരു തീരുമാനം മതി നിന്റെ ജീവിതത്തെ ദൈവത്തിന് മാറ്റിമറിക്കാൻ. സ്നേഹിത, ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. വന്നുപോയെന്ന് ദൈവസന്നിധിയിൽ തുറന്നു പറയുക. ദൈവസന്നിധിയിൽ തുറന്നു പറഞ്ഞിട്ട് മടങ്ങിവ. എത്രയോ നാളായി ദൈവത്തെ ആരാധിച്ചിട്ട്, എത്രയോ നാളായി ആരാധനയ്ക്ക് പോയിട്ട്, എത്രയോ നാളായി ദൈവത്തെ പാടിയിട്ട്, എത്രയോ നാളായി ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് കരഞ്ഞിട്ട് ഈ പകൽ മടങ്ങിവ. മടങ്ങി വരുന്നവൻ്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്. പകൽക്കാല ദൈവദാസൻ എൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേക രോഗികളായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കണം. ഈ നിമിഷം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയമല്ല കർത്താവേ, ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ അല്ല, ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഹിസ്കിയാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയതുപോലെ ഈ പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മരണക്കിടക്കകൾ മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ, വലിയ ദൈവിക ചലനങ്ങൾ വെളിപ്പെടട്ടെ. ഇതുവരെയും ഈ തലമുറയിൽ കണ്ടിട്ടില്ലാത്ത വലിയ ദൈവപ്രവർത്തികളുടെ ചലനങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവിക ചലനങ്ങൾ വെളിപ്പെടട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ യഹോവ റാഫ സൗഖ്യദായകനായി വെളിപ്പെടട്ടെ. ഗിലെയാദിൽ ഞങ്ങൾക്കൊരു വൈദ്യനുണ്ടെന്നറിയാം. ഞങ്ങളെ സൗഖ്യമാക്കാനുള്ള തൈലം അവൻ്റെ പക്കലുണ്ടെന്നറിയാം. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് ദൈവസന്നിധി സമർപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിരന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് രോഗസൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ വിളിച്ചറിയുന്നുണ്ട്. ഞാൻ ആത്മാവിൽ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവിക നീതി വെളിപ്പെടും. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിൻ നാമത്തിനെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, വിശ്വസിക്കുക, മരണക്കിടക്കെ മാറ്റി എഴുതാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ ചലനമുണ്ട്. ഈ തലമുറയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ രോഗത്തെ ദൈവം ഈ പകൽ സൗഖ്യമാക്കും. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ
മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേക ഏതെങ്കിലും രോഗികൾ നിങ്ങളുടെ കൂടാരങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ സന്ദേശം അയച്ചു കൊടുക്കുക. അവരെ ദൈവം ഈ പകൽക്കാലം വിടുവിക്കും. അവരുടെ ഒരു മടങ്ങി വരവൻ ഈ സന്ദേശം ഒരു കാരണമായി മാറും. നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. God bless you. Let us start our journey with Holy Spirit. Amen. Amen. Amen.